നമസ്കാരം. ആഗസ്റ്റ് 14 അർദ്ധരാത്രി 15 ആകാൻ പോകുന്നു. ഒരു മണിക്കൂർ മുമ്പ് എടുക്കാം. ആഗസ്റ്റ് 14 രാത്രി 11 മണി എന്ന് വയ്ക്കുക. ഇന്ത്യയിലുള്ള എല്ലാ ഭരണഘടനാപരമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ മേലെയും അന്നൊരു കൊടിയുണ്ട്. അതേതാണ്? യൂണിയൻ ജാക്ക്, ബ്രിട്ടീഷുകാരുടെ കൊടി. അവരാണ് ഇവിടെ ഭരിച്ചിരുന്നത്. ബ്രിട്ടീഷ് രാജ്ഞിക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്കാരെ മുഴുവൻ അടക്കം വെച്ച് ഇന്ത്യയെ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അന്ന് രാത്രി ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം എന്ന് പറയും. പക്ഷേ ഈ കൊടിയുയർത്തൽ ചടങ്ങും അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ എപ്പോഴാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഏതായാലും ആഗസ്റ്റ് 15 എന്ന് പറയുന്ന സ്വാതന്ത്ര്യ ദിനം, അത് ഒരു വികാരമായിട്ട് മാറിയതിൻ്റെ കാരണം എന്താണ്? അന്ന് മുതൽക്ക് ഇന്ത്യ, ഈ ഭാരതം, ഈ ഹിന്ദുസ്ഥാനം ആരുടേതായിരിക്കണം? ഹിന്ദുക്കളുടെ, അവരുടേതായിട്ട് മാറി. അതുവരെ ആരുടെയായിരുന്നു? ക്രൈസ്തവരുടെ. ആരുടെ? ബ്രിട്ടീഷുകാരുടെ. എന്നിട്ടും അവന്മാർ ഇട്ടുപോകുന്ന സമയത്ത് ഇവിടെയുള്ള സ്വത്ത് മുഴുവൻ ഈ ക്രൈസ്തവന്മാരെ തൊള്ളയിലേക്കാണ് തിരികെ വെച്ചത്. അതൊന്നും 2, 3, 4, 10 ഹെക്ടർ സ്ഥലമൊന്നും അല്ല കേട്ടോ, ലക്ഷോപലക്ഷം ഹെക്ടർ സ്ഥലം. അതിൻ്റെ കാര്യങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. FCRA ബില്ല് വരാൻ പോകുന്നേ ഉള്ളൂ. കണക്ക് ചോദിക്കുന്നു, അത്രയേ ഉള്ളൂ. ഏത് കമ്മിറ്റി വിട്ടാലും ആ കമ്മിറ്റി എന്താ പറയുക? കണക്ക് കൊടുത്തൂടെ നിങ്ങൾക്ക്? അതിന് വേറെന്താ പ്രശ്നം എന്ന് പറയാനേ ഇവർക്ക് കഴിയുള്ളൂ. കണക്ക് കൊടുക്കാനേ പറയുന്നുള്ളൂ. അതുകൊണ്ട് കുഞ്ഞു നിൽക്കുക, നിങ്ങൾ FCRA ബില്ലിൻ്റെ പേരിൽ നിങ്ങളുടെ ചാട്ടവാറിന് 108 അടി തരാൻ പോകുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എനിവേ, അത് വേറെ കാര്യം. അപ്പോൾ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുമ്പോൾ ആഗസ്റ്റ് 15 നമുക്കൊരു മര്യാദ വയ്ക്കാം. മര്യാദ വെച്ചാൽ അതിർത്തി. ഇവിടെ നിങ്ങോട്ടും ഇവിടെ നിങ്ങോട്ടും. അതിനു മുൻപ് നമ്മൾ അടിമകളായിരുന്നു, നമ്മൾ വിധേയന്മാരായിരുന്നു. നമ്മുടെ അഭിപ്രായങ്ങൾക്ക് നമുക്ക് വാക്കില്ല, നോക്കില്ല, കേൾവിയില്ല, ഒന്നുമില്ല. എല്ലാം ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയായിരുന്നത്. അതിൻ്റെ പേര് തന്നെ ബ്രിട്ടീഷ് ഇന്ത്യ എന്നായിരുന്നു. അവസാനം ഘോരഘോരമായിട്ടുള്ള സമരങ്ങളിലൂടെ, എത്രയെത്ര സമരങ്ങൾ, എണ്ണിയാലൊടുക്കാത്ത സമരങ്ങൾ. ആ സമരനായകന്മാർ എത്ര ആൾ കുഴിച്ചു മൂടപ്പെട്ടു. മറ്റു പലരും അറിഞ്ഞു എന്ന് മാത്രം, പലരും അറിഞ്ഞിട്ടില്ല. ഏതായാലും ചരിത്രത്തിൻ്റെ ഒരുപാട് പാഠങ്ങൾ, വിഭജനത്തിന് മുൻപും അതിന് ശേഷവുമുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് മറ്റൊരു കാര്യം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരു വിഭജനം നടന്നിരുന്നതാ, ബ്രിട്ടീഷുകാർ ഭരിച്ച രാജ്യം ഇന്ത്യക്കാർക്ക് കിട്ടി. ബ്രിട്ടീഷുകാരുടെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ ഒരു ഭാഗം വിഭജിച്ച് അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് കൊടുത്തു. അതുകൊണ്ട് അവസാനിച്ചില്ല. ആ ഇന്ത്യയുടെ കണ്ണീര് വറ്റുന്നതിന് മുൻപ്, ഭാരതമാതാവിൻ്റെ അടിമത്വത്തിൽ പെട്ടുപോയതിൻ്റെ കണ്ണുനീരും മനോവേദനയും നെഞ്ചിടിപ്പും മാറുന്നതിന് മുമ്പ് ഭാരതമാതാവ് സ്വതന്ത്രയായി. ചങ്ങലക്കെട്ടുകളൊക്കെ ഇടിഞ്ഞു തകർന്നു. അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിക്കാൻ തുടങ്ങുമ്പോഴാണ് തീവ്രവാദികൾ വരുന്നത്. ഞങ്ങൾക്കിത് വെട്ടിമുറിക്കണമെന്നും പറഞ്ഞ്. അങ്ങനെയാണ് ചരിത്രപ്രധാനമായിട്ടുള്ള വിഭജനം നടക്കുന്നത്. ഇന്ത്യയെ വെട്ടിമുറിച്ചു. നമ്മൾ 2 വശത്തെ കൈകളുണ്ടല്ലോ, ഇതുപോലെ ഈ കൈയും വെട്ടിമുറിച്ച പോലെ ഇന്ത്യയുടെ കോലം കെടുത്തി. അപ്പുറത്ത് ബംഗ്ലാദേശ് വെട്ടിമുറിച്ചു, ഇപ്പുറത്ത് പാകിസ്ഥാനും വെട്ടിമുറിച്ചു. അതിലൊരു കാരണം, പല കാരണങ്ങളിൽ ഒന്ന് വന്ദേമാതരത്തിൻ്റെയാണ് കേട്ടോ. അത് മുഴുവൻ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വെട്ടിമുറിച്ചിട്ടും ഹിന്ദുക്കളുടെ മണ്ണായിക്കോട്ടെ, ഞങ്ങളുടെ മണ്ണ്, അതാണ് പാകിസ്ഥാൻ. എന്നിട്ട് എല്ലാവരും പോയോ? പോയില്ല. അവിടെയുള്ളവരെല്ലാവരും വന്നു. ചെറിയൊരു കൂട്ടം അവിടെ അവശേഷിച്ചു. അതിപ്പോൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വലിയ രൂപത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു ദിനമാണ് 1946 ആഗസ്റ്റ് 16. മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്ത ഡയറക്റ്റ് ആക്ഷൻ ഡേ.
അതിൻ്റെ അതിൻ്റെ പരിണിതഫലം, അതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ള നിലയ്ക്ക് അന്നത്തെ ബംഗാൾ ഒരു ഭാഗമാണ്. അന്ന് ഇന്ത്യ എന്നുള്ള ഇന്നത്തെ കോൺസെപ്റ്റ് ഇല്ല. ആ ബംഗാൾ പ്രവിശ്യയിൽ അരങ്ങേറിയ വലിയ കലാപം, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന കലാപമാണത്. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് വേറെ രാജ്യം വേണമെന്ന് അന്നത്തെ മുസ്ലിം നേതാക്കന്മാർ പറയുന്നത്. ഭാരതത്തെ വെട്ടിമുറിക്കണമെന്ന് ആ ഒരു താല്പര്യം അവിടെ നിന്നാണ് മുളച്ചു പൊന്തുന്നത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തെ വെട്ടിമുറിക്കണം, മുസ്ലിങ്ങൾക്ക് 2 രാജ്യം, ഇന്ത്യ ഹിന്ദുക്കൾക്ക്. അതങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ സഹിഷ്ണുതയുടെ കാര്യത്തിൽ ഹിമാലയത്തോളം വളർന്നു നിൽക്കുന്ന അവിടുത്തെ ഹിന്ദുക്കൾ, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പാകിസ്ഥാനിൽ പോകാം, ബാക്കിയുള്ളവർക്ക് ഇവിടെ നിൽക്കാം. ഈ അവശിഷ്ടങ്ങളെ മുഴുവൻ അടിച്ചുവാരി തൂത്ത് കളയുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ അത് ചെയ്തില്ല, അത് മാത്രം. അതിലാരാണ് ഉത്തരവാദികൾ? ഇവിടുത്തെ അന്നത്തെ രാഷ്ട്രീയ നേതാക്കളാണ് ഉത്തരവാദികൾ. അവരുടെ സഹിഷ്ണുത, അതൊരു തെറ്റാണെന്ന് പറയുകയല്ല, പക്ഷേ ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്യാനുള്ള അവസരം അവർക്ക് കൊടുക്കുകയുണ്ടായി എന്നർത്ഥം. ഏതായാലും ചരിത്രത്തിൽ അതൊരു ടേണിംഗ് പോയിൻ്റായിട്ട് മാറി. ഈ സംഭവ വികാസങ്ങളെയും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങളെയും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അന്ന് കോൺഗ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ കോൺഗ്രസിൻ്റെ നിലപാടുകൾ സ്വാഭാവികമായിട്ട് ചർച്ചയ്ക്ക് വന്നു, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഭരണഘടനാപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നടന്നതിന് ശേഷം ഈ രാജ്യത്തിൻ്റെ പൈതൃക സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചർച്ചയ്ക്ക് വന്നതിന് ശേഷം 1947 മതപരമായിട്ടുള്ള വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയെ വെട്ടിമുറിച്ചു. പാകിസ്ഥാനുണ്ടായി, ഇപ്പോഴത്തെ ബംഗ്ലാദേശുണ്ടായി. അവിടുത്തെ ഭൂരിഭാഗം ഹിന്ദു സിഖ് വംശജർ, അവർക്ക് എന്താ ഉണ്ടായത്? അവരെല്ലാവരെയും നമ്മളിവിടെ ഇന്ത്യയിലൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയിലിവിടെ ജൂതന്മാരുണ്ടായിരുന്നു. ജൂതന്മാർ അവസാനം 1948 ഇസ്രായേൽ രൂപീകരിച്ച സമയത്ത് ഇവിടെ ജ്യൂസ് സ്ട്രീറ്റിൽ നിന്ന് പോകുന്ന എല്ലാവരെയും കൈകൊടുത്ത് കെട്ടിപ്പിടിച്ച് ഇവിടുത്തെ ഹിന്ദുക്കൾ സുഖമായിട്ട് വരൂ, നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ തിരിച്ചു വരാം, നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഭദ്രമായിരിക്കും. ആണല്ലോ, ഞാൻ ചേന്നമംഗലം പള്ളിയിൽ പോയിട്ടുണ്ട്, സിനഗോഗിൽ പോയിട്ടുണ്ട്. ഇന്ന് ഒരു രാജകൊട്ടാരം പോലെ അവിടെ നിൽക്കുന്നു. ജ്യൂസ് സ്ട്രീറ്റിൻ്റെ പേര് മാറ്റിയിട്ടില്ല, മനസ്സിലാക്കണം. അവർക്കത് കനപ്പെട്ട ഓർമ്മയാണ്. സന്തോഷമായിട്ടാണ് പറഞ്ഞയച്ചത്. ഇസ്രായേലിൽ പോകുമ്പോൾ ഇപ്പോഴും ആ മലയാളത്തനിമ കാത്തു സൂക്ഷിക്കേണ്ട ആൾക്കാർ അവിടെ പറഞ്ഞ പോലെ ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ്, ഞങ്ങൾക്കിപ്പോഴും ഇഡ്ഡലിയും ദോശയെ പറ്റുള്ളൂ എന്ന്. ഇഡ്ഡലിയും ദോശയും ഇവിടെ നിന്ന് ജീവിച്ചതാണ്. അവിടെയും പോയിട്ട് അവർ ഇവിടുത്തെ മൂവാണ്ടൻ മാമ്പഴയ്ക്കും അതിൻ്റെ വിത്തൊക്കെ കൊണ്ടിട്ട് അവിടെ പാകിയിട്ടുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ സ്ഥലം വിഭജിച്ച് കൊടുത്തിട്ടുണ്ട്, ഇസ്രായേൽ വിഭജിച്ച് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് പറഞ്ഞയച്ചത്. പക്ഷേ പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ പറഞ്ഞയച്ചത് എങ്ങനെയാണ്? ചെത്തി മിനുക്കിയിട്ട് അങ്ങനെയാണ് പറഞ്ഞയച്ചത്. ഈ പാക്ക് ചെയ്യുമ്പോൾ പല സാധനങ്ങളും അങ്ങോട്ട് ഒടിച്ച് ഇങ്ങോട്ട് ഒടിച്ചൊക്കെ വേണമല്ലോ പാക്കിങ്ങിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ആ രീതിയിൽ തുണ്ടമാക്കിയിട്ടാണ്. ഇതൊന്നും പറയുന്ന കാര്യങ്ങളല്ല, ചരിത്രങ്ങളാണ്. അവിടെ നിന്ന് ട്രെയിനിൽ അതൊക്കെയാണ് ഉണ്ടായത്. ഏതായാലും ഭൂരിഭാഗം ഹിന്ദു സിഖ് വംശജർ അവർക്ക് സ്വന്തം വീടുകൾ, വസ്തുവകൾ, സ്വന്തം നാട്, ബന്ധുക്കളെ എല്ലാവരും ഉപേക്ഷിച്ച് ചിലവർ ജീവനോടുകൂടി പുറപ്പെട്ടവർ. ബാക്കിയെല്ലാം വെട്ടിമുറിച്ചിട്ടിട്ട് അങ്ങോട്ട് പാഴ്സൽ ചെയ്തത് ഭാരതത്തിൽ വന്ന് അഭയാർത്ഥികളായിട്ട് അവർക്ക് ജീവിക്കേണ്ടി വന്നു. അവിടെ വലിയ പണക്കാരായിട്ടും ബിസിനസ്സുകാരുമായിട്ട് ജീവിച്ചതാണ്. ഇവിടെ വരുമ്പോൾ അതെല്ലാം അതേപോലെ കൊടുക്കാൻ പറ്റൂ. എല്ലാവർക്കും ഒരേപോലുള്ള കൂരകൾ കിട്ടി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ഭാരതത്തിൻ്റെ ഭാവിയെ നിർണ്ണയിച്ച നയങ്ങളിൽ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ, അതിൽ കുറേ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. സാംസ്കാരികമാണ് ഏറ്റവും വലിയ കാര്യം. ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഒരു വലിയ വിഭാഗം ജനങ്ങൾ രാജ്യത്ത് അഭയാർത്ഥികളായിട്ട് എത്തുകയാണ്. ഇന്നലെ എന്നോണം വരെ നമ്മളാരാ ഇന്ത്യക്കാർ, അതിൽ നിങ്ങളാരാ ഞങ്ങൾ ഹിന്ദുക്കൾ, നിങ്ങളാരാ മുസ്ലിങ്ങൾ. ഒരു സുപ്രഭാതത്തിൽ ആ ഹിന്ദുക്കൾ അതേ ഇന്ത്യയിൽ അഭയാർത്ഥികളായിട്ട് മാറുകയാണ്.
അന്ന് ഇന്ത്യ പാകിസ്ഥാൻ ഉൾപ്പെട്ട സ്ഥലമാണ് ലാഹോറൊക്കെ. ആ രീതിയിൽ അഭയാർത്ഥികളായിട്ട് എത്തിയപ്പോൾ ഭാരതത്തിൻ്റെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സാംസ്കാരിക പൈതൃകം, ആ പൈതൃകത്തിന് ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ സ്വത്വത്തിന് ഊന്നൽ നൽകുന്ന ചില പ്രഖ്യാപനങ്ങൾ, നിയമപ്രകാരമുള്ള പ്രഖ്യാപനങ്ങൾ, ഭരണഘടനാപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണമായിരുന്നു എന്നൊരു വിധം ആൾക്കാർ, ചരിത്ര നിരീക്ഷകർ അങ്ങനെ വാദിക്കുന്നു, പൊളിറ്റീഷ്യന്മാരും അങ്ങനെ വാദിക്കുന്നു. അവിടെ നയപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. വിഭജനാനന്തരം ഭാരതത്തെ ഒരു മതേതര റിപ്പബ്ലിക്കായിട്ട് നിലനിർത്താൻ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച തീരുമാനങ്ങൾ അതൊരിക്കലും തെറ്റല്ല. പാകിസ്ഥാൻ അവരൊഴിഞ്ഞു പോയി. ഇവിടെയുള്ള ആളുകളെ അവശിഷ്ടങ്ങളായിട്ടല്ല പെടുത്തിയത്, ഉത്തമ പൗരന്മാരായിട്ട് തന്നെ. ഇവിടെയുള്ള മറ്റുള്ള പൗരന്മാർക്ക് എന്തെല്ലാം, ഹിന്ദു പൗരന്മാർക്ക് എന്തെല്ലാം വിധത്തിലുള്ള സ്റ്റാറ്റസ് ഉണ്ടോ, ഡിഗ്നിറ്റി ഉണ്ടോ, പ്രിവിലേജ് ഉണ്ടോ, അതെല്ലാം ഇവർക്കും കിട്ടിയിരുന്നു. ഞങ്ങൾ അവർക്ക് കൊടുത്തു എന്നല്ല പറഞ്ഞത്, അവരുടേതാണ് ഇന്ത്യ. അവരവശിഷ്ടങ്ങളായിട്ട് അന്ന് ഉൾപ്പെടുത്താമായിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച തീരുമാനങ്ങൾ, വീണ്ടും പറയുകയാണ്, തെറ്റായിരുന്നില്ല. പക്ഷേ അതിനെ തെറ്റായിട്ട് കണ്ട് തെറ്റായ രീതിയിൽ അതിനെ വിനിയോഗിച്ചുവാർ ഇവിടുത്തെ മുസ്ലിങ്ങൾ, തീവ്രവാദികൾ. ആ തീരുമാനങ്ങൾ പിൽക്കാലത്ത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി. അതാണ് പ്രധാന വിമർശനം. അത് ന്യൂനപക്ഷമാണ്. ആയതുകൊണ്ട് കാട്ടിനകത്ത് സിംഹം ഒറ്റയ്ക്ക് നടക്കും, ചിലപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. മതയാൻ ഒറ്റയ്ക്ക് നടക്കും, ഒറ്റയാൻ കേട്ടിട്ടില്ലേ? പക്ഷേ ഒരു മാനിങ്ങനെ ഒറ്റയ്ക്ക് കാട്ടിലൂടെ ഉണ്ടാവില്ല. അത് ന്യൂനപക്ഷമാണ്. ബലത്തിൻ്റെ പേരിൽ, എണ്ണം കൊണ്ടല്ല. അവർക്ക് അത്രയേ ബലമുള്ളൂ. അതുകൊണ്ട് എപ്പോഴും അവരുടെ കൂട്ടം കൂടിയാൽ നടക്കുക. ഇതുപോലെ തന്നെ ഇവർ കൂട്ടം കൂടി നടക്കുന്ന കാരണം കൊണ്ട്, ഇവർ വോട്ടും കൂട്ടം കൂട്ടിയൊരു ചാക്കിനകത്ത് വെച്ച കാരണം കൊണ്ട്, ഒറ്റച്ചാക്ക് അവരെ വോട്ട് കിട്ടി കഴിഞ്ഞാൽ എവിടെയും ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് അത് ഒറ്റയടിക്കാണ് കിട്ടുന്നത്. വോട്ടിൻ്റെ പോളറൈസേഷൻ നടക്കുന്ന സ്ഥലമാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തുണ്ടായി, അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി. ന്യൂനപക്ഷം മാത്രം മതി, ബാക്കിയുള്ളവരെ വോട്ടെയും സ്പ്ലിറ്റ് ചെയ്ത് പോയിക്കൊള്ളൂ, ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടുമ്പോൾ നമ്മൾ ജയിച്ചു എന്നുള്ളൊരവസ്ഥ. തനതായിട്ടുള്ള പൈതൃകം ഭരണഘടനാപരമായിട്ട് ശക്തമായിട്ട് രേഖപ്പെടുത്താതിരുന്നത് വലിയൊരു ചരിത്രപരമായിട്ടുള്ള പിഴവാണ്, സത്യമാണത്. ഭാരതത്തിൻ്റെ പൈതൃകം അന്നേ രേഖപ്പെടുത്തണമായിരുന്നു. നമ്മളുടെ ഭരണഘടനാപരമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ ഇവിടെയുള്ള പൗരന്മാർ അവരെങ്ങനെയായിരിക്കണം, സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളിൽ മര്യാദകൾ ഉണ്ടാക്കി വെക്കണമായിരുന്നു. ഭരണഘടനാപരമായിട്ടുള്ള മര്യാദകൾ അതിനുല്ലംഘിക്കാൻ അതിന് ശ്രമിച്ചാൽ അത് നിയമപരമായിട്ടുള്ള കുറ്റമാണെന്നും പറഞ്ഞു വെക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. അത് ശക്തമായിട്ട് രേഖപ്പെടുത്താതിരുന്നു വലിയൊരു ചരിത്രപരമായിട്ട് പിഴവായിട്ട് മാറി നമ്മൾ കാണുന്നുണ്ടല്ലോ. വന്ദേ മാതരം ഞങ്ങൾ പാടില്ല എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് ഈ ധൈര്യം എങ്ങനെ വന്നു? ആ ധൈര്യം വരാൻ കാരണം തനതായിട്ടുള്ള പൈതൃകം ഭരണഘടനാപരമായിട്ട് ശക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചില്ല. അന്ന് രേഖപ്പെടുത്തി വെക്കാമായിരുന്നു. എങ്ങനെ രേഖപ്പെടുത്തി വെക്കാമായിരുന്നു? ഇവിടെ ഖുറാൻ വായിക്കാൻ പാടില്ല. കാരണം ഇന്ത്യയുടെ രണ്ട് ഭാഗം വെട്ടിമുറിച്ചിരിക്കുക, ഖുറാൻ്റെ പേരിലാണ് വെട്ടിമുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഇവിടെ ഖുറാൻ പാടില്ല എന്ന് പറയാമായിരുന്നു. ഇവിടെ പള്ളികൾ പാടില്ല എന്ന് പറയാമായിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അന്നുണ്ട്, ജിന്നയുടെ, അതിൻ്റെ അവശിഷ്ടം ഇവിടെ പാടില്ല എന്ന് പറയാമായിരുന്നു. പക്ഷെ അതല്ല ചെയ്തത്. അതുമാകട്ടെന്നേ, ചത്ത കുതിരകളല്ലേ എന്ന് കരുതിയിട്ട് അതിനും ഇവിടെ ചെത്തിക്കളയുമ്പോൾ എല്ലാം കൂടി കൃത്യമായിട്ട് ചെത്തിക്കളയണം, അല്ലെങ്കിൽ തകര വീണ്ടും മുളയ്ക്കും. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഏതായാലും വർത്തമാനകാല ആശങ്കകൾ, ജനാധിപത്യപരമായിട്ടുള്ള ഇന്ത്യയുടെ ഭാവിയൊക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മതേതരത്വത്തിൻ്റെ പേരിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ പ്രീണന നയങ്ങൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ അവരുടെ അവകാശങ്ങളും സുരക്ഷയും, അവിടെയാണ് പ്രശ്നം. നിങ്ങളുടേതായിട്ടുള്ള അസ്തിത്വവും വ്യക്തിത്വവും വിശ്വാസപരമായിട്ടുള്ള തീരുമാനങ്ങളും നിങ്ങൾക്ക് കാത്തുസൂക്ഷിക്കാനുള്ള അവകാശം 100% ഉണ്ട്. അതുപോലെ മറ്റുള്ളവർക്കുണ്ട്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. പക്ഷേ മതേതരത്വത്തിൻ്റെ പേരിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ പ്രീണന നയങ്ങൾ ഭൂരിപക്ഷ സമുദായത്തിന്, അഥവാ ഹൈന്ദവ സമൂഹത്തിന്, ഹിന്ദു സമൂഹത്തിന് തങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ വരുത്തിവെച്ചു. തങ്ങളുടെ സുരക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥ വരുത്തിവെച്ചു. ഇന്ന് കേരളം അതിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുകയാണ്. ഞാനൊക്കെ ഇനി ജയിലിലേക്ക് പോകാൻ പോവുകയാണ്. കുഞ്ഞാലിക്കുട്ടി എൻ്റെ സകല സാധനങ്ങൾ മുറിച്ചുകൊണ്ട് കൊണ്ടുപോയി പോലീസുകാർ. അത് അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തത് മാത്രം.
എൻ്റെ ഈ നാട്ടിലുള്ള പലർക്കും മരുന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഞാൻ. അവരെ മരുന്നിൻ്റെ ലിസ്റ്റ് ആ പാവങ്ങളുടെ കയ്യിലില്ല. മരുന്നുകളുടെ ലിസ്റ്റ്, ഫോൺ നമ്പറുകൾ, സകല സാധനവും എടുത്തു കൊണ്ടുപോകുമ്പോൾ ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞില്ല എന്നുള്ളത്. ശരി, അങ്ങനെ ആകട്ടെ. കുഞ്ഞാലിക്കുട്ടി ഭരിക്കുന്ന നാട്ടിൽ ഇതൊക്കെയാണ് നടക്കുക. കുഞ്ഞാലിക്കുട്ടിയുടെ ഭരണം അവസാനിക്കുന്നവരെ ജയിലിൽ കിടക്കണമെങ്കിൽ ഞാനതിന് തയ്യാറാണ്. അവസാനം ജയിലിൽ കിടന്നിട്ടാണ് മരണമെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. എത്രയോ മഹാത്മാക്കൾ അത്രയൊന്നും വന്നിട്ടില്ലോ. ഇന്ത്യൻ ജയിലിൽ ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. ഇടിക്കലും തല്ലലും കുത്തലും സെല്ലുലാർ ജയിലിലെ പോലെയൊന്നുമല്ലോ. VD സവർക്കറിനെ കടത്തിയൊന്നും കെടുക്കുന്നല്ലോ. അതിനും തയ്യാറാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് സന്തോഷം ഉണ്ടാവട്ടെ, എനിക്ക് ഇത്രയേ പറയാനുള്ളൂ അതിനെക്കുറിച്ച്. അപ്പോൾ ഏതായാലും രാഷ്ട്രീയ പ്രീണനങ്ങൾ, രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ന്യൂനപക്ഷ സമുദായത്തിനെ വല്ലാതെ പ്രീണിപ്പിക്കുന്നു. ഒപ്പം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ അവകാശങ്ങളെയും സുരക്ഷകളെയും അതിനെ തല്ലി തകർക്കുന്നു. അങ്ങനെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. അടിയൊഴുക്കുകൾ അതിശക്തമാണ്. അതെല്ലാവർക്കും പിടികിട്ടി തുടങ്ങിയിട്ടുമുണ്ട്. ആയതുകൊണ്ട് തന്നെ പാലക്കാടുള്ള ഒരു ഭാര്യയും ഒരു ഭർത്താവും, അച്ഛൻ ഇപ്പം മരിക്കും നാളെ മരിക്കും, ആശുപത്രിയിലാണ് അദ്ദേഹം. ആഹാരവും വെള്ളമൊക്കെ മൂക്കി കൂടി അവിടെ പിടിക്കുക കൊടുക്കുന്നത്. അവരൊരിക്കൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ്റെ മരണശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണെന്ന്. ഏകദേശം ഒരു 2-3 മാസം മുമ്പ് അവരോട് ഒന്ന് സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വീടിൻ്റെ പണി നടക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഡെയിലി നടക്കാൻ പോകുന്ന ആ വഴിക്കാണ് നടക്കാൻ പോകുന്നത്. വീടിൻ്റെ പണി നടക്കുകയാണ് അവിടെ. അവർ വിട്ടു. കാരണം അവരും പറഞ്ഞതാണ്, കേരളം ഇപ്പോൾ കേരളമല്ല, മാറിപ്പോയി സ്വാമി, അത് ജിഹാദി കേരളമായി മാറിയെന്ന്. ജനസംഖ്യാപരമായിട്ടുള്ളൊരു ഇക്വിലിബ്രിയം, അനധികൃത കുടിയേറ്റങ്ങൾ മറ്റും സൃഷ്ടിക്കുന്ന ജനസംഖ്യാപരമായിട്ടുള്ള മാറ്റങ്ങൾ, അത് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള അഖണ്ഡത, അവരുടെ ജനാധിപത്യ സ്വഭാവം ഇതിനൊക്കെ വലിയ വെല്ലുവിളിയാകുമെന്ന് സംശയം വ്യാപകമാണ്. നോക്കുക, അഖണ്ഡത എന്ന് പറയുമ്പോൾ ഇന്നലെ തകർന്നു പോയത് ആ അഖണ്ഡതയാണ്. ഒരു കൂട്ടം ആൾക്കാർ മാത്രം ഞങ്ങൾ വന്ദേ മാതരം ചെല്ലില്ല, നിയമമാണ് ഇപ്പോൾ ചെല്ലണമെന്ന്, ഞങ്ങൾ ചെല്ലില്ല. വേറെ കൂട്ടം ആൾക്കാർ വന്ദേ മാതരം ചെല്ലിയപ്പോൾ അതിനെ തടസ്സപ്പെടുത്ത മലബാറിൽ കോഴിക്കോടല്ല കോഴിക്കോട്, അത് നമ്മൾ താമസിക്കൂല. അവരെന്ത് ചെയ്തു? ഇവിടെ വരെ വന്ദേ മാതരം ദേശരാഗമാണ് കേട്ടോ, അത് വന്ദേ മാതരം, മാതരമല്ല മാതരം, സുജലാം സുഫലാം മലയജ ശീതള നരദേശഹിതായ ഭരതാദി മഹാമതി സേവിത. അത് ദേശരാഗ. ഭരതദേശ ഹിതായ ദേശരാഗം. സാധാരണ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ദേശരാഗത്തിലാണ് അത് പാടുക. കേൾക്കാനും രസമാണ്, മധുരമയുണ്ട്. ശങ്കരാഭരണം പോലെ പൊട്ടിത്തെറിക്കുന്ന ഇതല്ല. നമ്മുടെ ജനഗണമ കണ്ടല്ലോ എന്താ സ്പീഡ്, ജനഗണമന അതിന, അത് ശങ്കരാഭരണ. അപ്പോൾ എനിവേ ഞാൻ പറഞ്ഞു വരുന്നത്, ആ പാട്ട് ഞങ്ങൾ പാടില്ല. ഭാരതത്തിനകത്ത് ഒരു ശിഥിലീകരണം, ഇത് നിസ്സാരമായിട്ടെടുക്കും കേന്ദ്ര ഗവൺമെൻറ്, BJP ഗവൺമെൻറ് അഥവാ സംഘപരിവാർ ഗവൺമെൻറ് എന്ന് തോന്നുന്നുണ്ടോ? ഈ മദ്രസ പൊട്ടന്മാർക്ക് അത് തോന്നുന്നുണ്ടോ? എങ്കിൽ ആ തോന്നൽ ആസ്ഥാനത്താണ്, സ്ഥാനത്തല്ലെന്ന് അവർ മനസ്സിലാക്കും അധികം താമസിയാതെ തന്നെ. അപ്പം ആയതുകൊണ്ട് സാംസ്കാരികമായിട്ടുള്ള അഖണ്ഡത കാത്തു സൂക്ഷിക്കാനുള്ള ആ ഒരു ബാധ്യത അവർ കൈവിട്ടു എന്നുള്ളതാണ് സത്യം. ഇത്തവണത്തെ ആഗസ്റ്റ് 15, സാധാരണ ആഗസ്റ്റ് 15 വരുന്നു പോകുന്നു. കുട്ടികളെ സംബന്ധിച്ചോടത്ത് സ്കൂളിൽ പോയാൽ മിഠായി കിട്ടും, അത്രയേ ഉള്ളൂ. ബസ്സുകളുടെ മേലെ കൊടികളൊക്കെ നാട്ടും, അത്രയേ ഉള്ളൂ. ഇന്ന് അതല്ല സംഭവിച്ചത്. സംഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിപ്പിച്ചു. ആരാണ്? മുസ്ലിം ലീഗ്, ജമായത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ്, ജമായത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ്, ജമായത്ത് ഇസ്ലാമി. കോൺഗ്രസ് എന്ന് ഞാൻ പറയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കെട്ടപ്പെട്ടവരാണ്. കാലാകാലങ്ങളായിട്ട് കഴുത്തിൽ കയറുണ്ട്, മൂക്ക് കയറുമുണ്ട്. എവിടെ കെട്ടി അവർക്ക് അത് വലിച്ചാൽ പൊട്ടില്ല എന്ന്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന, മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരുടെ എന്ന് പറയുന്ന ആ കയറ് മൂക്കി കൂടി കഴുത്തി കൂടി ഇട്ടുണ്ട്. അവർക്ക് അറിയാതെ പൊട്ടാൻ പോണ കയറല്ല എന്ന്. അതുകൊണ്ട് അവരതിൽ വഴങ്ങി നിൽക്കുകയാണ്.
ഇന്നിപ്പോൾ ഭാരതത്തിൻ്റെ സാംസ്കാരിക അഖണ്ഡതയെ പരസ്യമായിട്ട് വെല്ലുവിളിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗാണ്, മുസ്ലിം ലീഗാണ്, മുസ്ലിം ലീഗാണ്, മുസ്ലിം ലീഗാണ്, മുസ്ലിം ലീഗാണ്, മുസ്ലിം ലീഗാണ്, മുസ്ലിം ലീഗാണ്. കേരളത്തിലിരുന്നുകൊണ്ട്. ഏതായാലും ഇത് ഏറ്റവും കുറഞ്ഞ കേരളത്തെങ്കിലും അതൊരു വെല്ലുവിളിയായിട്ട് മാറും എന്നുള്ളൊരു ഭയം ഇപ്പോൾ അവിടെ ജീവിക്കുന്ന ഹിന്ദുക്കൾക്കുണ്ട്. ചരിത്രത്തിലെ തീരുമാനങ്ങൾ വരുത്തിവെച്ച പാളിച്ചകൾ അത് തിരിച്ചറിഞ്ഞിട്ട് ഭാവിയിലേക്ക് ചില മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യം. അതാണിപ്പോൾ RSSകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അഥവാ സംഘപരിവാർ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അഥവാ മഹാനായിട്ടുള്ള ആരാധ്യരായിട്ടുള്ള മോഡിജിയും അമിത്ഷാജിയും യോഗി ആദിത്യനാഥ്ജിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതുവരെ പറ്റിയ തെറ്റുകൾ, ചരിത്രത്തിലെ തീരുമാനങ്ങൾ വരുത്തിവെച്ച കളങ്കം, അതിൻ്റെ പേരിലുണ്ടായ സങ്കടങ്ങൾ അതിന് മാറ്റിയേ മതിയാവുള്ളൂ. വരാൻ പോകുന്ന കാലഘട്ടം, എതിർ കാലഘട്ടത്തിൽ ഇനിയും അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ അത് ഉറച്ച തീരുമാനമാണ്. അത് ഇന്നിലെയും കൂട്ടിയിട്ടൊരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയ ചില നിലപാടുകളല്ല. VD സവർക്കറിൽ നിന്ന് ആരംഭിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടികളും ചെറുപ്പത്തിൽ കളിക്കുന്ന സമയത്ത് പോലും ആ കളികൾ പോലും ഇന്നത്തെ അവസ്ഥ വരാൻ സാധ്യതയുണ്ട്, അതിനെ തല്ലി തകർക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ കാലഘട്ടത്തിൽ പോലും അവർ വീട്ടുമുറ്റത്ത് അവർ കളിച്ചിരുന്നത്. ആ രീതിയിലുള്ള കളികളാണ് കളിച്ചിരുന്നത്. ഇന്നിപ്പോൾ സത്യമായിട്ട് മാറിയില്ലേ. 1946 ആഗസ്റ്റ് 16 തരുന്ന കലാപം എവിടെ? കൽക്കട്ടയിൽ നടന്നത്. ഭരണകൂടത്തിൻ്റെ വീഴ്ചകൾ, രാഷ്ട്രീയ തീരുമാനങ്ങളിൽ വന്ന വലിയ പാളിച്ചകൾ ഒരു സമൂഹത്തെ എത്രമാത്രം വികലമായിട്ട് ബാധിക്കും എന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇത് അവിവേകമാണ്. വിവേകമുള്ള മുസ്ലിങ്ങളുണ്ട്. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, സ്വാമി ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, ചെയ്തത് തെറ്റാണെന്ന്. വിശ്വാസം തകരുന്നില്ല. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ലല്ലോ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൂക്ക് തട്ടിയാൽ പോകുമോ? അങ്ങനെ ഈ മൂക്ക് തട്ടിയാൽ പോകുമെന്ന് വെച്ചാൽ ഈ മൂക്കെടുത്ത് മാറ്റിയല്ലേ നല്ലത്. നമ്മുടെ വലിയൊരു നടനുണ്ട്, ബിഗ് വെച്ച് കിടക്കുന്ന നടനുണ്ട്. തല കുലുക്കിയിട്ട് കാര്യങ്ങൾ കാണിക്കില്ല. പലപ്പോഴും ബിഗ് തെറിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ബിഗിലൊരു ശ്രദ്ധ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. അത് മൂക്കിൽ എപ്പോഴും ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗതികേട്. ഞങ്ങളുടെ മതം പൊട്ടിപ്പോകുമോ, ഞങ്ങളുടെ മതം പൊട്ടിപ്പോകുമോ, ഞങ്ങളുടെ മതം പൊട്ടിപ്പോകുമോ. മതം 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 അതാണ് പ്രശ്നം. ഒരു പാട്ട് പാടിയാൽ ഞങ്ങളുടെ മതം പൊട്ടിപ്പോകുമോ? എത്രയെത്ര സിനിമാ പാട്ടുകൾ. ഓം തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് പത്മതീർത്ഥമേ ഉണരൂ അങ്ങനെ പാടുന്നില്ലേ? മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കുന്നു, പൊട്ടും കുഴിയും തൊട്ട് പൂണൂലിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു. മമ്മൂട്ടി എന്താ മുസൽമാൻ അല്ലാതായി മാറിയോ? അദ്ദേഹത്തിൻ്റെ മകൻ മുസൽമാൻ അല്ലാതായി മാറിയോ? മതമിരിക്കുന്നത് മനസ്സിലല്ലേടോ? അല്ലാണ്ട് ഗുദദ്വാരത്തിലാണോ കൊണ്ട് കയറ്റി വെച്ചിട്ടുള്ളത്? മതം മനസ്സിലല്ലേ ഉള്ളത്? ഞാൻ ആളുകളെ കാണുമ്പോൾ, ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും അസ്സലാമു അലൈക്കുന്ന് അക്ഷരം തെറ്റാതെ പറയും. പക്ഷെ അവർ പലപ്പോഴും ഇങ്ങോട്ട് പറയും നമസ്കാരം റാംജി എന്ന് പറയും. നഷ്ടപ്പെടും ഒരു വല്ലതും. ആയതുകൊണ്ട് തന്നെ സംയമനത്തോടു കൂടിയിട്ടുള്ള സങ്കലനമല്ലേ വേണ്ടിയിരുന്നത്? ഇവർ തല വെച്ച് കൊടുക്കുകയല്ലേ ചെയ്ത് RSSൻ്റെ മുമ്പിൽ. ഞങ്ങൾ പാടൂല്ല, എന്നാൽ നിങ്ങളെ കൊണ്ട് പാടിക്കും. ആ വാക്ക് അവരെ കൊണ്ട് പറയിപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? RSSൻ്റെ ബലം കൂടി. കേരളത്തിലടക്കം ഇന്നിപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഹിന്ദുത്വവാദികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്താണെന്ന് ഒരു 3-4 കൊല്ലം കൂടി കഴിഞ്ഞാൽ അറിയാം. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അറിയാം. അതിന് മുമ്പ് പല ഇലക്ഷനും വരാനുണ്ടല്ലോ, അപ്പോൾ അറിയാം നമുക്ക്. ഏതായാലും ഭൂരിപക്ഷ സമുദായത്തിൻ്റെ അവകാശങ്ങളും സുരക്ഷയ്ക്കും അർഹമായിട്ടുള്ള മുൻഗണന നൽകണം. അങ്ങനെ നൽകുന്നതും നിയമവാഴ്ചയിൽ അധിഷ്ഠിതമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഭരണ നേതൃത്വവും ഇനി അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ഭാരതത്തിന്. നമസ്കാരം.